മേഘാലയയിലുള്ള ഹണിമൂൺ കൊലപാതകത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അതായത് സ്വന്തം കാമുകന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി വിവാഹം കഴിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഭർത്താവുമായിട്ട് ഹണിമൂൺ യാത്ര പോയ യുവതി ആ ഹണിമൂൺ യാത്രക്കിടെ സ്വന്തം ഭർത്താവിനെ കാമുകന്റെ സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട് കൊല ചെയ്യുന്നു. അതിനുശേഷം അതൊരു അപകടമാണ്, തന്റെ കയ്യിലുള്ള സമ്പാദ്യം അല്ലെങ്കിൽ സ്വർണവും മറ്റ് സാധനങ്ങളും ഒക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു സംഘത്തിന്റെ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് ഭർത്താവ് മരണപ്പെട്ടത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു യുവതിയുടെ ശ്രമം. അതായിരുന്നു മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകം. ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോഴിതാ ആഴ്ചകൾ പിന്നിടുമ്പോൾ മറ്റൊരു സമാന രീതിയിലുള്ള ഒരു കൊലപാതകം, ഹണിമൂൺ കൊലപാതകം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ആന്ധ്രാപ്രദേശിലെ യുവാവിനെയാണ് ഇത്തരത്തിൽ ഇതേ മാതൃകയിൽ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. ഒരു കനാലിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ആദ്യം. ഇതോടെയാണ് സംഭവങ്ങൾ വലിയ ചർച്ചയാകുന്നതും പിന്നീട് അത് ഹണിമൂൺ കൊലപാതക മോഡൽ കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഭാര്യയും കാമുകനും ചേർന്നാണ് ഇയാളെയും വധിച്ചതെന്നാണ് പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തിയത്. ഒരു മാസം മുമ്പ് മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിലെ ദുരൂഹതയിൽ സാമ്യതയുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു കൊലപാതകവുമെന്ന് പോലീസ് പറയുന്നു. കർണൂരിൽ നിന്നുള്ള 23 വയസ്സുകാരിയായിട്ടുള്ള ഐശ്വര്യയും ലാൻഡ് സർവേയറും നർത്തകനും തെലങ്കാനയിലെ ഗഡ്വാള സ്വദേശിയുമായിട്ടുള്ള തേജസ്വരും ആണ് മെയ് 18 വിവാഹിതരായത്. ഒരു മാസം കഴിഞ്ഞ് ഇരുവരും ഹണിമൂൺ പോകാനുള്ള തീരുമാനത്തിലൊക്കെയായിരുന്നു. ഇതിനിടയിലാണ് തേജസ്വരനെ കാണാതായി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. കൊലപാതകത്തിൽ ഐശ്വര്യയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചതിനെ തുടർന്ന് തേജസ്വരന്റെ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടതോടുകൂടെയാണ് പോലീസിന് ഇത്തരത്തിൽ ഒരു ഹണിമൂൺ കൊലപാതക മോഡലാണോ നടന്നിരിക്കുന്നത് എന്നൊരു സംശയം വരാനുള്ള കാരണം. ഐശ്വര്യയ്ക്ക് ബാങ്ക് മാനേജറായിട്ടുള്ള തിരുമൽ റാവുവുമായിട്ടുള്ള അടുപ്പമാണ് ഈ ഒരു കൊലപാതകത്തിന് സഹായിച്ചത്, കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് വിവരം. ഇത് മറച്ചുവെച്ചാണ് തേജസ്വരനെ വിവാഹം കഴിപ്പിച്ചത്. ഇവർ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം തേജസ്വരനെയോ തേജസ്വരന്റെ വീട്ടുകാരെയോ അറിയിച്ചിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ഭർത്താവിനെ ഇല്ലാതാക്കണം എന്ന് ഇതോടുകൂടെ റാവുവുമായി ചേർന്ന് യുവതി തീരുമാനിക്കുകയായിരുന്നു. കൊലപാതകത്തിനായി 3 പേരെ ഇതിനുവേണ്ടി ഇവർ വാടകയ്ക്കെടുക്കാൻ ശ്രമിച്ചു എന്നാണ് ഐശ്വര്യയുമായി ബന്ധപ്പെട്ട പോലീസ് വ്യക്തമാക്കുന്ന വിവരങ്ങൾ. തേജസ്വരനെ ഇല്ലാതാക്കാൻ വായ്പ ആവശ്യപ്പെട്ട് സമീപിച്ച 3 പേർക്ക് ഇയാൾ 2 ലക്ഷം രൂപ അഡ്വാൻസ് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ കൊലപാതകം തെളിയുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള പദ്ധതിയും റാവു തന്നെ തയ്യാറാക്കിയെന്നാണ് വിവരം. ഇയാൾ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ വായ്പയെടുക്കുകയും തനിക്കും ഐശ്വര്യയ്ക്കും ലഡാക്കിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 8 വർഷം മുമ്പ് വിവാഹം കഴിച്ച ഭാര്യയെ ഇല്ലാതാക്കാൻ റാവു മുൻപ് പദ്ധതിയിട്ടതായിട്ടും ഈ സംഭവത്തിന്റെ അന്വേഷണത്തിനിടയിൽ പോലീസ് കണ്ടെത്തി. ദമ്പതികൾക്ക് കുട്ടികൾ ഇല്ലായിരുന്നു എന്നാണ് വിവരം. ഐശ്വര്യയുടെ അമ്മ സുജാതയുമായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. സുജാത ഇയാളുടെ ബാങ്കിൽ തൂപ്പുകാരിയായി ജോലി ചെയ്തു വരികയായിരുന്നെന്നാണ് വിവരം. സുജാതയ്ക്ക് പകരം ഐശ്വര്യ ഈ ജോലിക്ക് പകരം വന്നപ്പോഴാണ് ഇരുവരും തമ്മിൽ അടുത്തത്. ഈ ബന്ധത്തിൽ നിന്ന് മകളോട് പിന്തിരിയാൻ ആവശ്യപ്പെട്ട സുജാത തേജസ്വരനെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ഐശ്വര്യയ്ക്ക് ഇതിന് താല്പര്യമില്ല എങ്കിൽ പോലും പിന്നീട് അവർ അതിന് തയ്യാറായി. ഫെബ്രുവരി 13 തേജസ്വറുമായിട്ട് ഐശ്വര്യ വിവാഹിതയാകുന്നത്. ഫെബ്രുവരി 13 തേജസ്വറുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരുന്നുവെങ്കിലും ഐശ്വര്യയെ കാണാതായ ഒരു സംഭവമുണ്ട്. അതോടുകൂടെ അന്ന് വിവാഹം മാറ്റിവെക്കും വന്നു. അമ്മയ്ക്ക് സ്ത്രീധനം നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ ഒളിവിൽ പോയതെന്നും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും പിന്നീട് തേജസ്വരനെ ഐശ്വര്യ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിരുന്നു. അങ്ങനെയാണ് മെയ് 18 അവർ വിവാഹിതരാകുന്നത്. ഫെബ്രുവരിക്കും ജൂണിനും ഇടയിൽ ഐശ്വര്യയും റാവുവും തമ്മിൽ 2000-ലധികം ഫോൺ കോളുകളാണ് നടത്തിയതെന്നാണ് പിന്നീട് സംശയത്തിന് പുറത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിവാഹ സമയത്തും അവർ നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. താൻ അമ്മയുമായി സംസാരിക്കുകയാണെന്ന വ്യാജേനയാണ് ഐശ്വര്യ ഭർത്തൃ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇയാളുമായി സംസാരിച്ചിരുന്നത്. ഒരു മാസത്തിന് ശേഷം ജൂൺ 18 പിന്നീട് തേജസ്വരനെ കാണാതാകുന്നത്. ഭൂമി സർവേ നടത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊട്ടേഷൻ സംഘം തേജസ്വരനെ കാറിൽ കയറ്റി കൊണ്ടുപോയതെന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിയുകയും ചെയ്തിരുന്നു. മുൻ സീറ്റിൽ ഇരിക്കുകയായിരുന്ന തേജസ്വരനെ പിന്നിൽ നിന്ന് പിടിച്ചുകെട്ടി കഴുത്തറുത്ത് കൊന്നു എന്നാണ്
വിവരം. മരണം ഉറപ്പാക്കാൻ വയറ് കീറുകയും ചെയ്തിട്ടുണ്ട്. സംഭവം ഫോണിലൂടെ തത്സമയം റാവുവിനെ കാണിച്ച ശേഷം ഫോണ് പിന്നീട് കനാലിലേക്ക് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. ഒഴിഞ്ഞ പറമ്പിൽ കുഴിച്ചിടാനായിരുന്നു ആദ്യ പദ്ധതിയെങ്കിലും അവിടെ ആളുകളെ കണ്ടതോടെയാണ് ആ ഒരു ശ്രമം ഉപേക്ഷിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പിന്നീടാണ് മൃതദേഹം കനാലിൽ ഉപേക്ഷിക്കുന്നത്. മൃതദേഹം കണ്ടെത്തുമ്പോഴേക്കും മൃതദേഹം ആകെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു.